നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി സ്റ്റാഫിൻ്റെ QR കോഡ് കൊടുത്തു. അങ്ങനെ ഈ QR കോഡ് വഴി വന്ന പൈസ സ്റ്റാഫുകൾ മുക്കി. ഇത് പിടിക്കപ്പെട്ടപ്പം ഈ സ്റ്റാഫുകളെ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കുറച്ച് തുക മേടിച്ചെടുത്തു. ഇവർ പുറത്തിറങ്ങി കേസ് കൊടുത്തു. അതിന് തിരിച്ചും കേസ് കൊടുത്തു. ഇത്രയാണ് നമ്മൾ അറിഞ്ഞത്. ഈ രണ്ടുപേരും പറയുന്നുണ്ട് പൈസ തട്ടിച്ചു എന്നും വെട്ടിച്ചു എന്നും. അതായത് പൈസ തട്ടിച്ചു എന്ന പേരിൽ പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറ്റിച്ചു എന്ന് കൃഷ്ണകുമാർ ഫാമിലി ഞങ്ങളെ പറ്റിച്ചു എന്ന് സ്റ്റാഫും, ഞങ്ങളുടെ സ്ഥാപനത്തിനകത്തുള്ള സാധനങ്ങൾ സ്റ്റോക്കുകൾ കസ്റ്റമേഴ്സിൻ്റെ പൈസയൊക്കെ എടുത്ത് വിറ്റ് ഇവർ കൊണ്ടുപോയി എന്ന് ഇവർ പറ്റിച്ചു എന്ന് അവരും. ഇതിൻ്റെ സത്യാവസ്ഥ വ്യക്തമായിട്ട് നമുക്കറിയില്ല. ഇനി ഈ ഒരു സത്യം, അതായത് ഒരു ബിസിനസ്സാണ്, ഒബൈവോസി എന്ന് പറഞ്ഞൊരു ഷോപ്പ് തുടങ്ങി, ഒരു പെൺകുട്ടി തുടങ്ങിയ ബിസിനസ്. അവിടെ വന്ന് ജോലി ചെയ്യാൻ വന്ന 3 പെൺകുട്ടികൾ. ഇവർ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ ഒരു കാര്യമെങ്കിലും വ്യക്തമായ രീതിയിൽ നമ്മൾ നിയമപാലകർ അന്വേഷിച്ചെടുക്കണം. 2 കാര്യങ്ങൾ മതി. ഏത് ദിവസം മുതലാണ് ഇവർ QR കോഡ് കൊടുത്തത് അന്ന് വരെയുള്ള ഈ 3 കുട്ടികളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും എടുക്കണം. അതിനൊക്കെ മുമ്പ് 69 ലക്ഷം രൂപയിൽ കൂടുതലുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നോ എന്നും അന്വേഷിക്കുക. എന്നാലല്ലേ വിൽക്കാൻ കഴിയുള്ളൂ. ഇതും അന്വേഷിച്ച ഈ നിസ്സാരമായൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അക്ഷരാഭ്യാസമുള്ള ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ സത്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു നിസ്സാരമാണ് ഇതിൻ്റെ കാരണം. ചെയ്തു കഴിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ നിങ്ങൾ ഉയർന്നവർ ഞങ്ങൾ താഴ്ന്നവരെന്നുള്ള രീതിയിൽ ഈ അന്വേഷണത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരായി വരുന്നവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപമാനവും. അവരെ വാക്ക് കേട്ട് അവർ പറഞ്ഞത് കള്ളങ്ങളാണെങ്കിൽ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ ബിസിനസ് സ്ഥാപനം തുടങ്ങിയ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ തുടങ്ങാനിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അടിക്കുന്ന ഏറ്റവും വലിയ തെറ്റുവായ്പും. സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ട് വരിക, അതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇതിൽ ഉയർച്ച താഴ്ചയില്ല, രാഷ്ട്രീയം വേണ്ട, ഒന്നും വേണ്ട. സത്യം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക. ആരായാലും ശരി, നമുക്ക് പറയാലോ കഴിവുള്ളവർ എന്നുള്ളത് വേണ്ട. കഴിവ് ഉള്ളത് നോക്കാതെ ഒരു ബ്ലൈൻഡായിട്ട് അന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നം. ഇപ്പോഴേ ഒരു ബ്ലൈൻഡായിട്ടല്ല അന്വേഷിക്കുന്നതെന്നാണ് അറിഞ്ഞത്. എന്തായാലും അന്വേഷിച്ചാൽ തീരാവുന്ന നിസ്സാര പ്രശ്നം മാത്രമാണിത്. അങ്ങനെ ഒരു കാര്യം അറിയേണ്ട ആവശ്യമുണ്ട്. നാളെ ഒരു ബിസിനസ് തുടങ്ങുന്നവർ, ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നവർ, ഇതുപോലുള്ളവരെല്ലാവരും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അന്വേഷിച്ച് സത്യസന്ധമായ വിവരം കിട്ടണമെന്നാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അതാണ് അതുവരെയും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. വസ്തുതകൾ പറയുന്നു, കേൾക്കുന്ന വസ്തുതകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.